ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗൈൻ. ഞാൻ സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചു. ഈ ട്രിപ്പ് ഞാൻ പോകുന്നത് എന്നാ കാണിക്കാൻ വന്നാ ഇങ്ങോട്ടിപ്പോൾ ഇവനെ പോലുള്ളവന്മാർ ഇങ്ങനെ ഇടയ്ക്ക് വന്നാണ് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞത്. 110 ഉണ്ടായിരുന്നു, ഇന്നലെ 108 ആയിട്ടുണ്ട്. അപ്പം നേപ്പാളിലേക്കാണ് എൻ്റെ യാത്ര. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത്. ഷൂ എടുത്തിട്ടുണ്ട്, ബാഗൊക്കെ എടുത്തിട്ടുണ്ട്, എൻ്റെ സൺഗ്ലാസ്, ഗോപ്രോ, പിന്നെ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ എൻ്റെ ഫേവറേറ്റ് ചെറി റം, പെർഫ്യൂം ഉണ്ട്, വാലറ്റ് ഉണ്ട്, കേബിൾ എടുത്തിട്ടുണ്ട്, സോക്സ് എടുത്തിട്ടുണ്ട്, ജാമേഴ്സ് എടുത്തിട്ടുണ്ട്, ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്, ഫ്ലീസ് ജാക്കറ്റ് ഉണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്. 1 2 3 ട്രൗസേഴ്സ്, 4 ചെട്ടി. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒന്ന് പാക്ക് ചെയ്ത് റെഡി ആയിട്ട് പോയാൽ മാത്രം മതി. പാസ്പോർട്ടും ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കേളി ചെയ്യാനുള്ള സ്പ്രേയോ അങ്ങനെ എന്തോ സാധനം. ഞാൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. സ്കാർബ്രോയിൽ നിന്നൊരു ട്രെയിൻ ഉണ്ടാവും മാഞ്ചസ്റ്ററിലേക്ക്. മാഞ്ചസ്റ്ററിൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ വരും. ദെൻ അവിടുന്ന് നാളെ മോർണിംഗ് 10 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് നേപ്പാൾ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ സർവീസ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ. ട്രെയിനിൽ കയറിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ. ഇത് നമ്മുടെ നാട്ടിലെ ഉള്ളവർക്ക് ഇത് കാണണം. കാരണം എന്ത് നീറ്റായിട്ടാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ ആളുകൾ കയറുന്ന പോലെ തന്നെ ആളുകൾ ഇതിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ ഭയങ്കര നീറ്റായിട്ടാണ് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ടോയ്ലറ്റ് കണ്ടോ കേട്ടോ, എന്ത് വൃത്തിയാന്ന് നോക്കി. നമ്മുടെ നാട്ടിലേക്ക് ഒരുമാതിരി സർവീസാണ്. ക്ലീനിങ് ചെയ്യത്തില്ല, എന്നാ അത് ഫ്ലഷ് പോലും ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കാണണം. നാട്ടിൽ നിന്നുള്ള എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നാട്ടില് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. നാട്ടിൽ ഇനി പൈസ കൂടുതൽ ശമ്പളം കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, മനസ്സിലായോ? ആളുകൾ തമ്മിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അതിലാണ് കാര്യം. ണ്ടോ ഇതിന്റെ ഫ്ലോർ ഒക്കെ കണ്ടോ, എന്ത് നീറ്റാന്ന്. നമ്മുടെയൊക്കെ നാട്ടിലെ ട്രെയിൻ സർവീസ് കാണും, എന്ത് സർവീസാന്നറിയോ. ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുവാന്നുണ്ടെങ്കിൽ അവന്റെ പണി നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കിടക്കും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറുന്നവരും ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് ക്ലീനാന്ന് നോക്ക്. നമ്മുടെയൊക്കെ നാട്ടിലെ ട്രെയിനാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റും. ക്ലീനാണ്, വളരെ ക്ലീൻ. ബാഗ് ഇപ്പം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ റെസ്പെക്റ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞ കള്ളന്മാരുണ്ടോ ഇവിടെ. നാട്ടിലത്തെ കഴിഞ്ഞും കൂടിയ കള്ളന്മാരുണ്ട് ഇവിടെ. നിന്ന നിപ്പിന് ഫോൺ അടിച്ചുകൊണ്ട് വരുമ്പോൾ തേണ്ടികൾ. മാഞ്ചസ്റ്റർ പിക്കാഡിലി സ്റ്റേഷൻ ഇവിടെ ആട്ടോ ഞാൻ ആദ്യമായിട്ട് വന്നിരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് UK വരുമ്പോൾ ആദ്യമായിട്ട് മാഞ്ചസ്റ്ററിലേക്ക് ഞാൻ വന്നതിൻ്റെ കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴേലും പറഞ്ഞ് ഞാൻ പറയുന്നതായിരിക്കും. എന്താ തണുപ്പ്, അയ്യോ സ്കാർബ്രോയിലും തണുപ്പാണല്ലോ ഇവിടെ. ബീച്ചിനടുത്ത് കിടന്നിട്ട് എനിക്ക് ഇത്രയും തണുപ്പില്ല.
കറങ്ങി വാ. ഗായ്സ് അവരെത്തിയിരിക്കുന്നു ഗായ്സ്. എന്നെ പിക്ക് ചെയ്യാൻ എന്റെ വണ്ടി എത്തിയിരിക്കുന്നു ഗായ്സ്. അവർക്ക് കൊറോണയാന്ന് തോന്നുന്നു. കൊറോണ ഇതെന്താടി മാസ്കോ? എന്താടി പറ്റി നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവിച്ചേ? നിങ്ങൾക്ക് എന്താ ആക്ച്വലി സംഭവിച്ചത്? ഇതിന് ചുമയോ? നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയാന്നറിയാ ഗായ്സ്. ഇതൊക്കെ തണുപ്പ് മഞ്ഞോ എന്റെ അമ്മേ. ഇതെന്താണ് ഇത്? മഞ്ഞോ? ഇതെന്നെ മഞ്ഞ് കട്ടയോ? ഇതൊക്കെ പിന്നേനൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ ചാനലിലൂടെ ഇന്ന് പ്രസിദ്ധമാവും. നേപ്പാളിന്ന് പോകുന്ന പിസ കഴിക്കാൻ പുതിയായിട്ട് നീ ഇപ്പൊ കഴിക്കണല്ലേ? ഓർമ്മ വെച്ചാലോ എടുത്തടിക്കാൻ പാ. ചിക്കൻ വാങ്ങിക്കണേ കൊള്ളില്ലേ? പൂഴി അന്ന് ചിക്കൻ മാത്രം മേടിച്ചാൽ അവൻ കഴിച്ചെന്നും പറയും. എല്ലാം കൂടെ കഴിക്കുമ്പോ കുഴപ്പമില്ലല്ലോ. ഇല്ല, എനിക്ക് വേണ്ടി മീൻ ഉണ്ടാക്കുവാണ്. അതിന് മാത്രം മതിയോ? ഇത് നീ ഓൾറെഡി മറ്റേ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? ഏത് ഞാൻ ക്ലീൻ ചെയ്ത് ഞാനത് ആണോ? ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ പറ്റുന്ന സംഭവമാണ്. ചുമ്മാ ഉള്ള സംഭവമല്ലത്. നല്ല ഉഷാറ് ക്ലീനിങ്ങും ഉഷാറ് എന്റെ ആ ഒരു കൈക്കൊണ്ടെന്നൊക്കെ പറഞ്ഞാണല്ലോ. അതെ അതെ, അതെനിക്കറിയാം. എനിക്കറിയാം, അതെനിക്കറിയാം. ഇനി അത് ഞാൻ കഴിച്ചിട്ട് പറയാം. മര്യാദക്ക് ആ ചിക്കൻ തന്നെ മേടിച്ചാൽ മതിയല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ചിക്കൻ ഓട്ടാൻ പൈസ വേണ്ട. എനിക്ക് ഇവനും കുറെ വേണമെങ്കിൽ എനിക്കിതിന് ഇത് പിന്നെ ആരൊക്കെ കഴിക്കും? ഇത് മൊത്തം നീ കഴിക്കും. നീ കഴിക്കും. എനിക്ക് വേണ്ട. ഇത് കഴിക്കണടിയാ. എടാ അവള് പറഞ്ഞ് നിന്നെ ഡെസ്പ് ആക്കിയാടിയാ. നീ ഇത് കഴിക്കുക. ഹായ് ഗായ്സ്, അപ്പൊ അവളുടെ അയല മീൻ എടുക്കാൻ പോവാണ്. ഫ്രഷ് അയലയാണ്. ഗുഡ് മോർണിംഗ്. പക്ഷെ ആ കൊച്ചിന്റെ ഗുഡ് മോർണിംഗ് നല്ല രസമുണ്ട് പരിപാടി. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഗുഡ് മോർണിംഗ്. ഐ ലൈക്ക് ഇറ്റ്. എടാ കഴിക്കാം. കണ്ണാപ്പിക്കുന്നാണോ എന്റെ ചാനലിൽ നിന്റെ തല വരുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഞാനിതിപ്പം മാഞ്ചസ്റ്ററിലാണ്. രാവിലെ ഒരു കോഫി കുടിക്കുന്നു. അവള് പാവ എനിക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുള്ളൂ രാവിലെ. ഇവിടെ -6 ആണ് ഇപ്പം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 minutes ഉള്ളൂ ഇവിടുന്ന് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്ത് പോകണം. എന്തോരം സമയം എടുക്കുമെന്ന് അറിയില്ല. ഈ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പിരിയുകയാണ്. മദ്യമല്ല കേട്ടോ, രാവിലെ തന്നെ കോഫിയാണ്, ബ്ലാക്ക് കോഫി. 3 ഇഡ്ഡലിയേ ഉള്ളൂ. ഒരെണ്ണം എനിക്കാ റെഡി, 2 എനിക്കല്ലേ? 3 ഇഡ്ഡലി എനിക്കാണോ? 6 ഇഡ്ഡലിയോ? ആ പെണ്ണ് നിന്നെ വാരി തൂക്കി അറിയൂട്ടോ. കൂട്ടാ ഞാൻ ഇറങ്ങോട്ടോ. അപ്പൊ നമുക്കിനി നാട്ടിൽ വെച്ച് കാണാം. ഓ നാട്ടിലല്ല, നമുക്കിനി എവിടെ വെച്ചാ കാണേ? തിരിച്ചു വരുമ്പോ കാണാം. ഓക്കെ ബൈ ബൈ. അളിയാ നീ ഉറങ്ങിക്കോ. അവളെനിക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നു. ഞാൻ പോയി. എടി നാട്ടിലേക്ക് ഇല്ലടി ഞാൻ. ഇനി ഒരു തിരിച്ചു വരവില്ല. ഞാൻ വേണം ഒന്ന് കുമ്പസാരിക്കാം. ഞാൻ നാട്ടിലേക്ക് ഇല്ലടി. നേരെ നേപ്പാളിൽ തിരിച്ചിങ്ങോട്ട്. ചിരിച്ചേ. താങ്ക്സ് ഫോർ ദ ഫുഡ്, താങ്ക്സ് ഫോർ ദ കെയർ.